السلام عليكم ورحمة الله وبركاته. الحمد لله الأحد الجبار والصمد الغفار، وعلى آله وأصحابه الأبرار. حسبنا الله ونعم الوكيل. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. الله أكبر الله أكبر الله أكبر. لا إله إلا الله والله أكبر. الله أكبر ولله الحمد. പ്രിയ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ഇന്ന് നാം ഈദുൽ ഫിത്ർ ആഘോഷിക്കുകയാണ്. എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും കൃത്യമായ ഈദുൽ ഫിത്ർ ആശംസകൾ നേരുന്നു. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. പ്രിയപ്പെട്ടവരെ, ഒരു മാസക്കാലം വളരെ ഈമാനോടുകൂടിയും ഇഖ്ലാസോടുകൂടിയും അല്ലാഹുവിനെ കാത്തു സൂക്ഷിച്ച നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ നോമ്പിലൂടെ നമ്മിൽ നിന്ന് ഉദ്ദേശിച്ച തഖ്വയെ ആർജിച്ചെടുത്തിട്ടുണ്ട്. ഏറ്റവും നല്ല രൂപത്തിൽ ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി തഖ്വയോടുകൂടിയിട്ടാണ് നാം ഈ ഒരു സന്ദർഭത്തിൽ നിലകൊള്ളുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു തഖ്വയെ മരണം വരെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയുള്ള ആളുകളിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങളെ സ്വീകരിക്കുക എന്നുള്ളത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യനായ വ്യക്തി അല്ലാഹുവിന്റെ അടുക്കൽ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഏറ്റവും മാന്യനായ വ്യക്തി അല്ലാഹുവിന്റെ അടുക്കൽ ആരാ? പറയപ്പെട്ടവരെ, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം സൂക്ഷിക്കുന്നവന്. പ്രിയപ്പെട്ടവരെ, നോമ്പുകാരായിരുന്നപ്പോൾ ആ നോമ്പുകാരൻ ഉണ്ടായിരിക്കേണ്ടുന്ന രണ്ട് സന്തോഷം, ആ രണ്ട് സന്തോഷത്തിലെ ഒന്നാമത്തെ സന്തോഷം നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ്. അത് നുകർന്നവരാണ് നമ്മൾ, അത് ലഭിച്ചവരാണ് നമ്മൾ. രണ്ടാമത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി
അവൻ തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഹിദായത്ത് നൽകിയ, നമുക്ക് എല്ലാ നിഅമത്തുകളും നൽകിയ, നമുക്ക് വെള്ളം നൽകിയ, വായു നൽകിയ, ഈ ഭൂമിയെ വാസയോഗ്യമാക്കി തന്ന ആ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹമില്ലേ നമുക്ക്? രണ്ടാമത്തെ സന്തോഷം എന്നുള്ളത് ആ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ്. അല്ലാഹു പറയാണ്, فمن كان يرجو لقاء ربه, ആരെങ്കിലും തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫല്യഅമൽ അമലൻ സ്വാലിഹാ, അവൻ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ എന്നാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ റബ്ബിനെ കണ്ടുമുട്ടുവാനുള്ള വലിയ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകണം. അതിനു വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്ത കർമ്മങ്ങൾ ഈ പെരുന്നാളിന്റെ ദിവസത്തിൽ ഇല്ലാതായി പോകാൻ പാടില്ല. ഒരു മാസക്കാലം കൃത്യമായി അല്ലാഹുവിനെ സൂക്ഷിച്ച് പേടിച്ച് തഖ്വയോടുകൂടി ജീവിച്ച് ഇന്ന് പെരുന്നാളാണല്ലോ, ഇനിയിപ്പോ എന്തു ചെയ്യാമെന്നുള്ള രൂപത്തിൽ അധർമ്മത്തിലേക്ക് ഒരിക്കലും പ്രവേശിക്കുവാൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ്. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉപമ നമ്മളെ പഠിപ്പിക്കുകയാണ്. വലാ തകൂനു കല്ലതീ നഖലത് അസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ, പിരിമുറുക്കിയിട്ട് ഉറപ്പുണ്ടാക്കിയ അതിനുശേഷം അതിനെ പിച്ചു ചീന്തുന്ന ഒരു ഭ്രാന്തി പെണ്ണിന്റെ പോലെ നിങ്ങളാകരുത് എന്നാണ്. അഥവാ മക്കയിലെ ഒരു ഭ്രാന്തി പെണ്ണിന്റെ പോലെ വിശ്വാസികളെ നിങ്ങളാകാൻ പാടില്ല. ഇപ്പോ നമ്മുടെ ജീവിതത്തിൽ തഖ്വയുണ്ട്, ഈമാനുണ്ട്, ദാനധർമ്മങ്ങളുണ്ട്, സ്വതക്കകളുണ്ട്, എല്ലാ നന്മകളും കൃത്യമായി നമ്മൾ നിർവഹിച്ച് ശേഖരിച്ചു വെച്ചുകൊണ്ട് ഒരു ദിവസം കൊണ്ട് അതിനെ ഒന്നും ഇല്ലാതാക്കി കളയുന്ന ഒരു പ്രവണത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. ആ ഭ്രാന്തി പെണ്ണിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? അവര് രാവിലെ മുതൽ ആ കയറിനെ നന്നായി പിരിഞ്ഞുണ്ടാക്കും, നന്നായി പിരിച്ചു കെട്ടി അറ്റം വരെ ശരിയാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഒരറ്റം മുതൽ വീണ്ടും അതിനെ ഇങ്ങനെ അഴിക്കാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിലെ തഖ്വയും ഈമാനും ഇഖ്ലാസും പേടിയും ഖുശൂഉം ഒക്കെ ഒരു മാസക്കാലം നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം പെരുന്നാൾ എന്നത് വന്നപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഓരോന്നും ഇല്ലാതാക്കി കളയുന്നു. ആ രൂപത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകണം. സലഫുകൾ പറഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയും. ബിഅ്സൽ ഖൗമു ലാ യഅരിഫൂനല്ലാഹ ഇല്ലാ ഫീ ശഹരി റമളാൻ, റമളാനിൽ മാത്രം അല്ലാഹുവിനെ അറിയുന്ന സമൂഹം എത്ര ദുഷിച്ച സമൂഹമാണ്. അവർക്ക് നമസ്കാരം റമളാനിലേ ഉള്ളൂ, അവർക്ക് സ്വതക്ക റമളാനിലേ ഉള്ളൂ, മറ്റുള്ള എല്ലാ കർമ്മങ്ങളും അവർക്ക് റമളാനിലേ ഉള്ളൂ. അങ്ങനെയുള്ള ആളുകൾ എത്ര മോശക്കാരാണ് എന്നാണ്. നമ്മൾ അങ്ങനെയാകാൻ പാടില്ല. അള്ളാഹിനെ പേടിച്ച് എപ്പോഴും എല്ലാ മാസവും നമുക്കൊരുപോലെ കൊണ്ടുപോകുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഈ ദിനത്തിൽ പ്രിയപ്പെട്ടവരെ വല്ലാതെ നമ്മൾ വാഴ്ത്തണം. തക്ബീർ ധ്വനികളിലൂടെ ഈ ഒരു സമയം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ വാഴ്ത്തിയിട്ടുണ്ട്. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗ്ഗം കാണിച്ചു തന്നതിന്റെ ഫലമായി കൊണ്ട് നിങ്ങൾ അവനെ തക്ബീർ ചൊല്ലുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എന്താണ് പ്രിയപ്പെട്ടവരെ ആ തക്ബീർ ധ്വനിയിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവേ, നീയാണ് ഏറ്റവും വലിയവൻ റബ്ബേ, നീയല്ലാതെ ആരാധനയില്ല റബ്ബേ എന്നാണ്. എത്ര വലിയ പ്രയാസങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിലൂടെ കടന്നു വരുമ്പോ മുസ്ലിമേ, ഒരു ജാരത്തിലേക്കും നമ്മൾ പോകണ്ട, ഒരു മഖ്ബറയിലേക്കും നമ്മൾ പോകണ്ട.
ഒരു ഏലസോ തകിടോ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കെട്ടേണ്ടതില്ല. ഏറ്റവും നന്നായി ഇഖ്ലാസോടുകൂടി ഖുശൂഅോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിച്ചോ. ആ ഒരു പ്രവണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികളായി കൊണ്ടുള്ള ആളുകൾ ഏതൊരു കർമ്മവും ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ സ്വീകരിക്കുമാറാകണേ. ربنا تقبل منا إنك أنت السميع العليم. അല്ലാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ടവര് പ്രാർത്ഥിക്കുകയാണ്. ആ രൂപത്തിൽ നമ്മുടെ കർമ്മങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുവാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മാത്രമല്ല ട്ടോ, ഈ ദിവസത്തിൽ നമ്മൾ ഒരുപാട് സുന്നത്തുകൾ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കുടുംബ ബന്ധം പുലർത്തുക എന്നുള്ളതാണ്. കുടുംബക്കാരൊക്കെ ഒന്ന് പോയി സന്ദർശിക്കുക, അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക, അവരുമായിട്ട് ആ ബന്ധം നമ്മൾ ഊട്ടി ഉറപ്പിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, പ്രിയപ്പെട്ടവരെ, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവൻ, മുറിക്കുന്നവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു സുന്നത്ത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ നാടുകളിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ രോഗികളായി കഴിയുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. ഇന്ന് നമ്മൾ പുതുവസ്ത്രം അണിഞ്ഞ് തക്ബീറിന്റെ ധ്വനികൾ മുഴക്കി ഈദ്ഗാഹിലൂടെ നമ്മൾ നമസ്കാരം കഴിഞ്ഞ് ഖുതുബ നമ്മൾ ശ്രവിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകൾ പ്രയാസത്തിന്റെ മേൽ പ്രയാസത്തോടുകൂടി രോഗികളായി കിടക്കുകയാണ്. സന്ദർശിക്കാൻ കഴിയണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, രണ്ട് അദബുകൾ നിങ്ങൾ രോഗികളുടെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ചെയ്യണം. ഒന്ന് തഖ്ഫീഫുൽ ജുലൂസ്, അധിക നേരം രോഗിയുടെ അടുക്കൽ നിങ്ങൾ ഇരിക്കാതിരിക്കുക, ഒരുപാട് സമയം രോഗിയുടെ അടുക്കൽ ഇരിക്കാതിരിക്കുക. അതുപോലെ തന്നെ വഖില്ലത്തു സുഹബ്, നിങ്ങൾ ശബ്ദത്തെ താഴ്ത്തിക്കൊണ്ട് നിങ്ങൾ അവരോട് സംസാരിക്കുകയും ചെയ്യുക. ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഒരു സുന്നത്ത് പ്രിയപ്പെട്ടവരെ, അയൽവാസികളെ പരിഗണിക്കുക എന്നുള്ളതാണ്. അയൽപക്ക ബന്ധം സുദൃഢമാക്കാൻ നമുക്ക് സാധ്യമാകണം. മതിൽ കെട്ടുകൾക്കപ്പുറം സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും അതുപോലെ തന്നെ ആഹ്ലാദത്തിന്റെയും ഉന്മേഷത്തിന്റെയും സംസാരങ്ങൾ കടന്നു വരട്ടെ. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, യാ അബൂദർ, അല്ലയോ അബൂദറേ, ഇദാ തബഖത മറഖതൻ ഫഅക്സിർ മാഅഹാ, നീ കറി ഉണ്ടാക്കുകയാണെങ്കിൽ, നീ ചാറുണ്ടാക്കുകയാണെങ്കിൽ അതിൽ ധാരാളം വെള്ളം നീ ചേർത്തുകൊണ്ട് നിന്റെ അയൽവാസിയെ നീ പരിഗണിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദിവസത്തിൽ ഈ സുന്നത്തുകളെല്ലാം നമ്മൾ നിർവഹിക്കുക. അതുപോലെ തന്നെ ഈദ്ഗാഹിന്റെ ഈ ഒരു സദസ്സിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആരോടെങ്കിലുമായി വല്ല ഈർഷ്യതയോ വല്ല തെറ്റുകുറ്റങ്ങളോ പിണക്കങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി സ്നേഹം കൈവരിച്ചുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ടേ ഇവിടെ നിന്ന് നമ്മൾ പുറപ്പെടാൻ പാടുകയുള്ളൂ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിവസത്തിൽ പ്രത്യേകമായി പഠിപ്പിച്ച സുന്നത്താണ് പ്രിയപ്പെട്ടവരെ ദാനധർമ്മം എന്നുള്ളത്. ഇന്ന് ഈദ്ഗാഹിൽ വെച്ച് നടക്കുന്ന ഈ സ്വതക്ക അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആളുകളിൽ നിന്ന് ആ സ്വതക്ക സ്വീകരിക്കുവാൻ വേണ്ടി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയച്ചിട്ടുണ്ട്. അതുകൊണ്ട് നന്നായി നമ്മുടെ സ്വതക്കകൾ നമ്മൾ നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിച്ച് പടച്ച റബ്ബിങ്കിലേക്ക് വിനയാന്വിതരായി അല്ലാഹുവിലേക്ക് അടുക്കുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലോകത്ത് ഒരുപാട് ആളുകൾ, പാവപ്പെട്ട കുട്ടികളടക്കമുള്ള ഒരുപാട് വൃദ്ധരായിട്ടുള്ള ആളുകൾ പല നിലക്കും പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് നന്മ ലഭിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ സുഭക്ഷിതമായ ഭക്ഷണം നമ്മൾ കാത്തിരിക്കുകയാണ്. ഇൻമേശയിൽ
സുരക്ഷിതമായ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ ആയിരക്കണക്കിന് പാവപ്പെട്ട ഒരുപാട് അനാഥകൾ, യതീമുകൾ, ദുർബലരായ ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. ഒരിക്കലും പ്രിയപ്പെട്ടവരെ ഭക്ഷണത്തെ വേസ്റ്റ് ചെയ്യുന്ന ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാന്റെ മാർഗത്തിൽ ഭക്ഷണം കൊടുക്കുന്നവരുടെ പ്രത്യേകത എടുത്തു പറഞ്ഞപ്പോ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് അള്ളാന്റെ പ്രീതിയും അള്ളാഹുവിന്റെ പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്. അല്ലാതെ നിങ്ങളിൽ നിന്നൊരു നന്ദി പ്രകടനം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് അള്ളാന്റെ മാർഗത്തിൽ ഭക്ഷണം കൊടുക്കുന്നവരുടെ സവിശേഷതയായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതേ നന്മകളുടെ കൂമ്പാരങ്ങൾ ശേഖരിച്ച നമ്മള് അള്ളാന്റെ മഹത്തായ അനുഗ്രഹത്താൽ പെരുന്നാളിന്റെ സുദിനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടി ആഘോഷിക്കാം, ആഹ്ലാദിക്കാം, ആഘോഷങ്ങളാകാം. പക്ഷെ പരിധിയുണ്ട്, പരിമിതികളുണ്ട്. പരിശുദ്ധ ദീൻ ഇസ്ലാം പഠിപ്പിക്കാത്ത അധർമ്മത്തിലേക്ക് പ്രിയപ്പെട്ട യുവാക്കളെ കടന്നു പോകാൻ പാടുള്ളതല്ല. പത്രത്തിന്റെയും സോഷ്യൽ മീഡിയകളുടെയും വരികൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ ലഹരിയുടെ പിടുത്തത്തിലാണ് ഇന്ന് ലോകത്തിലെ പല ആളുകളും, വിശിഷ്ട പ്രത്യേകിച്ച് യുവതി യുവാക്കൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത്. വിശ്വാസികളെ, നമ്മൾ മുഅ്മിനുകളാണ്, നമ്മൾ മുവഹ്ഹിദുകളാണ്, നമ്മൾ മുത്തഖീങ്ങളാണ്. ഏത് നിമിഷവും അല്ലാഹുവിന്റെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ അലംഘനീയമായ വിളിക്ക് ഉത്തരം നൽകി തിരിച്ചു പോകേണ്ടവരാണ്. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ നമ്മൾ ഇവിടെ നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ഹംദ് പറയണം പ്രിയപ്പെട്ടവരെ, സ്തുതിക്കണം നമ്മൾ റബ്ബിനോട്. അതുപോലെ തന്നെ മറ്റുള്ള തെറ്റായ പ്രവർത്തനത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും മാറിപ്പോകാൻ പാടുള്ളതല്ല. നേടിയ തഖ്വയെയും നേടിയ ഇഖ്ലാസിനെയും നേടിയെടുത്ത ആർജവത്തെയും അള്ളാന്റെ മാർഗത്തിൽ വിനിയോഗിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതെ, ആശംസകൾ കൈമാറിക്കൊണ്ട് സ്നേഹത്തോടുകൂടി കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മാതാപിതാക്കളോടുള്ള മക്കളോടുള്ള ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഈ ഇതിന്റെ ദിനം ആഘോഷിക്കുവാൻ, കൊണ്ടുപോകുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, 2-3 വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ പള്ളി അൽഹംദുലില്ലാഹ് എല്ലാ നിലക്കും നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടമായ പരിശ്രമം കൊണ്ട് എല്ലാ നന്മകളും എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ദീനിന്റെ വശങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ പള്ളിയിൽ സോളാർ വെക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ അതിനുശേഷം വീണ്ടും സഹായിച്ചിട്ടുണ്ട്. ഇനിയും അതിലേക്ക് തുക ആവശ്യമുണ്ട്. അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളാൽ കഴിയുന്ന സംഖ്യ നിങ്ങൾ നിർവഹിക്കുക. അതല്ലെങ്കിൽ ഒരു വിഹിതം ഞാൻ എന്ന് നിങ്ങൾ അതിന്റെ ഭാരവാഹികൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ആ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. കാരണം 24 മണിക്കൂറും പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് നമ്മൾ നമസ്കരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശാലമായി സുന്ദരമായി അള്ളാന്റെ പള്ളിയിൽ വെച്ച് നമസ്കരിക്കാം. അത് നമുക്ക് വലിയ സൗകര്യമുണ്ടാകും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പൊന്നോമന മക്കൾ പഠിക്കുന്ന നമ്മുടെ മദ്രസ പ്രിയപ്പെട്ടവരെ, അതിന്റെ വിപുലീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമാണ് നമ്മുടെ മക്കള് പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, നമ്മുടെ മക്കള് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിക്കുന്ന ആ ഭവനത്തെ നേരാക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. സഹായിക്കണം പ്രിയപ്പെട്ടവരെ. അള്ളാന്റെ മാർഗത്തില് സ്വതക്കത്തും ജാരിയായി നമ്മുടെ ഖബറിലേക്ക് എത്തുന്ന കാര്യമാണ്. അള്ളാന്റെ മാർഗത്തിൽ സഹായിക്കുവാൻ ശ്രമിക്കുക. പ്രാർത്ഥനകളും അതുപോലെ തന്നെ ദിക്റുകളും അതുപോലെ തന്നെ രാത്രി നമസ്കാരങ്ങളും പ്രിയപ്പെട്ടവരെ സജീവമാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ജമാഅത്ത് നമസ്കാരത്തിലേക്ക് വരാൻ നമ്മൾ കാണിച്ച ആ ഒരു കൃത്യനിഷ്ഠയുണ്ടല്ലോ, അത് മരണം വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാനിലൂടെ നമ്മൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും ഇഖ്ലാസോടുകൂടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള അബദ്ധങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തുമാക്കി തരുമാറാകട്ടെ. നോമ്പുകാരൻ പ്രവേശിക്കുന്ന ബാബുർ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുവാൻ ഭാഗ്യമാകുന്ന യഥാർത്ഥ നോമ്പുകാരൻ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, പല നിലക്കും മാനസിക പ്രയാസങ്ങൾ, സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. നാഥാ, ശാന്തിയും സമാധാനവും നൽകി നീ അവരെ അനുഗ്രഹിക്കുമാറാകണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.